ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampathashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. ഇസ്രായേല്യരെ അടിമകളാക്കി പണിയൊടിപ്പിച്ച് ഈജിപ്തിലെ ഗീസയിൽ ഫറോവ രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ പിരമിഡുകൾ ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. BC 5000 മുതൽ BC 332 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് ഫറോവമാർ. മരണശേഷം തങ്ങളുടെ ശരീരം മമ്മികളാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഫറോവമാരിൽ ചിലർ നിർമ്മിച്ചതാണ് പിരമിഡുകൾ. ഇതിലേറ്റവും വലുത് ചിയോപ്സ് അഥവാ കുഫു രാജാവിന്റെ പിരമിഡാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരാശരി 2500 കിലോ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉയരം 147 മീറ്റർ. 3 ലക്ഷം തൊഴിലാളികൾ വർഷങ്ങളോളം ജോലി ചെയ്താണ് ഈ പിരമിഡ് പൂർത്തിയാക്കിയത്. ക്രെയിനുകളില്ലാത്ത കാലത്ത് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഗീസയിൽ രണ്ടാമത്തെ പിരമിഡ് ചെഫോൺ രാജാവിൻ്റെതും മൂന്നാമത്തേത് മൈസേറിനസ് രാജാവിൻ്റെതുമാണ്. ചെറിയ 3 രാജ്ഞിമാരുടേതാണ്. ഫറോവമാർ ഇസ്രായേല്യരെ മർദ്ദിച്ചിരുന്നുവെന്ന് ഖുർആൻ 7-ാം അധ്യായം 129-ാം സൂക്തം പറയുന്നു. أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിൻ്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. സ്ഫിങ്സ് ഗീസയിൽ പിരമിഡുകൾക്ക് സമീപം സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമായി ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. നൂറ്റാണ്ടുകളായി മണലിൽ മറഞ്ഞുകിടന്ന സ്ഫിങ്സ് 1816 കണ്ടെടുത്തത്. അറബിയിൽ ഇതിന് അബുൽ ഹൗൽ എന്നു പറയുന്നു. ഇതിനെ നൈൽ നദീതടത്തിന്റെ രക്ഷിതാവായി അന്ധവിശ്വാസികൾ കരുതിയിരുന്നു.